കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ സമഗ്ര പച്ചക്കറി ഉൽപാദനത്തിന്റെ ഭാഗമായി അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ പച്ചക്കറി നടീൽ ഉത്സവം സംഘടിപ്പിച്ചു. 1/2 ഏക്കറോളം സ്ഥലത്താണ് കൃഷി ഒരുക്കുന്നത്. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ സമഗ്ര പച്ചക്കറി ഉൽപാദനത്തിന്റെ ഭാഗമായി അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ പച്ചക്കറി നടീൽ ഉദ്ഘാടനം നടന്നു. 1/2 ഏക്കറോളം സ്ഥലത്ത് കൃത്യത കൃഷി പാലിച്ചൊരുക്കിയ ഉമ്മുസൽമയുടെയും മുഹമ്മദ് അലിയുടെയും തട്ടാരക്കാടുള്ള കൃഷിസ്ഥലത്താണ് ഉദ്ഘാടനം നടന്നത്. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും പൊന്മണി JLG കുടുംബശ്രീ ഗ്രൂപ്പിന്റെയും നേതൃത്വത്തിൽ പച്ചക്കറി നട്ടു. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തും കൃഷി വകുപ്പും കൂടി ചേർന്ന് ഒന്നിച്ച് നമ്മുടെ വാർഡിൽ 16-ാം വാർഡിൽ പൊന്മണി ജയന്തി നടിൽ ഉത്സവമായിട്ടാണ് നടക്കുന്നത്. നല്ല പരിപാടികളാണ്. നമ്മളെ മുൻ മെമ്പറായ സൽമ കൃഷി ഒരു ജീവിതചര്യയായി എടുത്ത് അത് നടത്തിക്കൊണ്ട് വരികയാണ്. എല്ലാ കൃഷികളും അതിൻ്റെ മെച്ചത്തിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ നടീൽ ഉത്സവമാണ് നടക്കുന്നത്. പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ സപ്പോർട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് തിരിച്ചു കിട്ടുന്നുണ്ട്. അത് നല്ലപോലെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു കൃഷി വനിതയെ നമുക്ക് അവാർഡ് കഴിഞ്ഞ പ്രാവശ്യം അവാർഡ് തന്നെ ഞങ്ങൾ കൊടുത്ത് സ്വീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇനി ഇപ്രാവശ്യവും ഒരു ഇടവില്ലാതെ ഓരോ കൃഷികൾ ഓരോ വിധം തരം മാറി മാറി അവർ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വഴുതന, വെണ്ട, മുളക് തുടങ്ങിയ പച്ചക്കറികൾ 50 സെന്റ് സ്ഥലത്ത് തുള്ളി നല്ല സംവിധാനവും പ്ലാസ്റ്റിക് പുതയിടലും ഉൾപ്പെടെയുള്ള ആധുനിക കൃഷിരീതിയിൽ നട്ടപ്പോൾ പുതിയൊരു അനുഭവമായി മാറി. മുളക്, വഴുതന, വെണ്ട, പയറ്, കുമ്പളം, മത്തം, ചിരങ്ങ അങ്ങനെ പല വെറൈറ്റി ഐറ്റംസും ചെയ്യണം എന്നുള്ള ഇതിലാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇടയൂർ മുളകിൻ്റെ തൈകളുണ്ട്, തക്കാളി ഉണ്ട്. ഒരു 2 മാസത്തിൻ്റെ ഉള്ളിൽ വിളവെടുക്കും. പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും കൃഷിഭവൻ്റെ ഭാഗത്തുനിന്നൊക്കെ നമുക്ക് നല്ല സപ്പോർട്ടാണ്. അതേമാതിരി കുടുംബശ്രീൻ്റെ ഭാഗത്തുനിന്നും ഉണ്ട്. വണ്ടിക്ക് പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കോഴിവളം, ചാണകപ്പൊടി അതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഷീറ്റ് ഏരിയാക്കി കഴിഞ്ഞാൽ അതിൻ്റെ മേലെ നമ്മൾ പൈപ്പ് ഇടുന്നുണ്ട് തുള്ളി നനക്കുള്ളത്. അതിൻ്റെ ശേഷം നമ്മൾ മൽറ്റിംഗ് ഷീറ്റ് ഇട്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പുല്ല് വരുന്നതിനൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. മറ്റേത് ഇത് എരുമ കൂടെ ആകെ പുല്ലും ഇതുമായി കുറേ പണിക്കൂലി കുറഞ്ഞു കിട്ടും. നമ്മളെ വീട്ടിലേക്കുള്ള പച്ചക്കറി എങ്ങനെയെങ്കിലും നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഈ പിന്നെ രാസവളങ്ങളിട്ട് ഉപയോഗിച്ച് ചെയ്യേണ്ടെന്നുള്ള ഞാൻ എല്ലാവരോടും കടകൾ കൊണ്ടു കൊടുക്കുന്നുണ്ട്. പിന്നെ വീടുകളിൽ നമ്മളെ ചോദിച്ചിട്ട് ഓരോ ഭാഗത്തുനിന്ന് നമ്മളെ പച്ചക്കറിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും അറിഞ്ഞിട്ട് അവർ വന്ന് നമ്മളെ വീട്ടിൽ വന്ന് വാങ്ങുന്നുണ്ട്. ചിലവർ നമുക്ക് സാധനങ്ങൾ എടുത്തു വെക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതാണുണ്ട്. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. നമ്മളെ പച്ചക്കറി നല്ല ടേസ്റ്റുള്ള സാധനമാണ് പറഞ്ഞിട്ട് ഒരിക്കൽ വാങ്ങിച്ചവർ വീണ്ടും വീണ്ടും നമ്മളോട് ചോദിക്കുന്നുണ്ട്. കൃഷി അനുദിന ജീവിതത്തിന്റെ ഭാഗമാക്കിയ ഈ ദമ്പതികളെ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ ടീച്ചറും കൃഷി ഓഫീസർ ഡാസിൽ സേവിയറും അനുമോദിച്ചു. ഉമ്മുസൽമാത്തിൻ്റെ അതേപോലെ തന്നെ മുഹമ്മദാക്കിൻ്റെയും 2 പേരുടെ കൃഷിയിടാണിത്. ഇന്ന് രാവിലെ നമ്മൾ പ്രസിഡന്റും അതേപോലെ നമ്മുടെ കൃഷി വകുപ്പിൻ്റെ ഞങ്ങളും ബാക്കിയുള്ള നാട്ടുകാരെല്ലാവരും കൂടി ചേർന്നിട്ട് നമ്മളവിടെ നടീൽ ഉത്സവം നടത്തി. ഇത് നമ്മുടെ സർക്കാരിൻ്റെ ഒരു സമഗ്ര പച്ചക്കറി ഉൽപ്പാദനം എന്ന് പറയുന്ന ഒരു പദ്ധതി, 1 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമായിട്ടാണ് നമ്മൾ കേരളത്തിലുടനീളം എല്ലാ പഞ്ചായത്തുകളിലും നമ്മളിപ്പോൾ കൃഷിഭവനിൽ നിന്ന് നമ്മൾ തൈകൾ കൊടുത്തുകൊണ്ടും അതുപോലെ തന്നെ ബാക്കിയുള്ള സപ്പോർട്ടുകൾ പല രീതിയിലുള്ള കൊടുത്തുകൊണ്ട് നമ്മൾ കർഷകരിൽ പച്ചക്കറി ഉൽപ്പാദനം കൂട്ടുക എന്നുള്ളൊരു ലക്ഷ്യമാണ് നമ്മളിതിൽ ഉൾക്കൊള്ളുന്നത്. ഈ ഒരു പദ്ധതി നമുക്കിവിടെ നോക്കിയറിയാം വളരെ വൃത്തിയായിട്ട് കൃത്യത കൃഷി എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഇവർ ചെയ്തിട്ടുള്ളത്. പ്ലാസ്റ്റിക് മൾച്ചിങ് ചെയ്തിട്ടുണ്ട്, തുള്ളിനന സംവിധാനമുണ്ട്. അപ്പോൾ ഏറ്റവും അത്യാധുനിക രീതിയിലുള്ള കൃഷി അവലംബിക്കുന്ന ഒരു കുടുംബമാണ് ഇവർ. കൃഷിഭവൻ്റെ ഭാഗത്തു നിന്നും നമ്മൾ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും കുടുംബശ്രീ അവരും ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സമഗ്ര ആയിട്ടുള്ള ഒരു പച്ചക്കറി വികസനം തന്നെ സാധ്യമായിട്ടാണ് ആശംസിക്കുന്നു. പല കൃഷിക്കാർ വരുന്നുണ്ട്, പക്ഷേ എങ്കിലും അത്യാധുനിക രീതിയിലേക്ക് പോകുന്ന കൃഷിക്കാർ കുറവാണ്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലുള്ള കർഷകരാണ് ഉമ്മുസൽമത്തെ മുമ്മലേക്ക്. അതുപോലെ തന്നെ അവർ വ്യത്യസ്തമായ രീതിയിലുള്ള തണ്ണിമത്തനായിക്കോട്ടെ, നെൽകൃഷി ആയിക്കോട്ടെ, ഇനി പച്ചക്കറി ആയിക്കോട്ടെ, അവർക്ക് മീനുണ്ട് അവിടെ. അതേപോലെ ബാക്കിയുള്ള എല്ലാ മേഖലകളിലും അവർ കൈവച്ചിട്ടുണ്ട്. അതാണ് അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ. ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി, കാലിക്കറ്റ് റോഡ്, പെരിന്തൽമണ്ണ.